ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്ക് അടിച്ചൊരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമലയ്ക്കും ശിവശങ്കര മേനോനും സത്യത്തിൽ ഇപ്പം വട്ടിളകിയിട്ടുണ്ട്. നമ്മുടെ രോഹിത് നിരപരാധിയാണ് എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ അലീനയുടെ പ്ലാൻ ആണ് ഇതൊക്കെ. അലീന ശരണ്യനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കുന്നതാണ് എന്നാണ് ആകെ മൊത്തത്തിൽ ഒരു എന്താ പറയാ അവരുടെ ഒരു നിഗമനം. നമ്മുടെ കമലയുടെ നിഗമനം ആട്ടോ ഇത്. ഏതായാലും കമല ഇത് പറഞ്ഞതോടൊപ്പം തന്നെ ശിവശങ്കര മേനോനും കൂടി ചേർന്ന് പറയുകയാണ്. അപ്പം കമല പറഞ്ഞപ്പോഴത്തേക്കും യെസ് വെക്കുന്നുണ്ട്. പക്ഷെ രാജീവിന് ജെനുവിൻ ആയിട്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യം. രാജീവിന് രണ്ടുപേരും തുല്യരാണല്ലോ. ഈ പറയുന്ന ഹരി ആണെങ്കിലും രോഹിത് ആണെങ്കിലും തുല്യരാണ്. പെങ്ങടെ മകനും അതുപോലെ ചേട്ടന്റെ മകനും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് രാജീവൻ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമോളുടെ ആ ഒരു മനോധൈര്യം ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ടും ആശ്വാസമായിട്ടോ ബാലചന്ദ്ര മേനോന്. അങ്ങനെ ബാലചന്ദ്ര മേനോൻ ഇങ്ങനെ അലീനോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗോവർദ്ധനൻ വരുന്നത്. അപ്പം ഗോവർദ്ധനൻ വന്നിട്ട് എന്താ ബാലേട്ടാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, എന്താ കാര്യം? എന്തോ ചെറിയൊരു പഴുത് കിട്ടിയെന്ന് തോന്നുന്നു. അല്ല, നമ്മുടെ രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ? വക്കീലിനെ പോയി കാണണ്ട എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം എന്താന്ന് പറയുമ്പോഴത്തേക്ക് നീ അകത്തേക്ക് കയറുക, ഞാൻ കാര്യം പറയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവർദ്ധനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. എന്നിട്ട് ഗോവർദ്ധനോട് പറഞ്ഞു, അത് പിന്നെ വെറും എവിഡൻസ് ഒന്നും അല്ല നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് തന്നെ രോഹിത്തിനെ ഊരിക്കൊണ്ട് വരാം. കാരണം രോഹിത്തിനെ ഊരിക്കൊണ്ട് വരിക എന്നുള്ളതല്ല, രോഹിത് നിരപരാധിയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല അവന്. പിന്നെ അവന് ഊരിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അവന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇറക്കിക്കൊണ്ട് വരത്തില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് രോഹിത് നിരപരാധിയാണെന്നോ? അതാരാ പറഞ്ഞത്? അത് വേറെ ആരുമല്ല, ആ റേപ്പ് ചെയ്യപ്പെട്ട പെങ്കൊച്ചുണ്ടല്ലോ, അവൾ അലീനോട് പറഞ്ഞതാ രോഹിത് നിരപരാധിയാണ്. രോഹിത് ആ ഒരു സമയത്ത് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ പട്ടി ചെറുക്കനുണ്ടല്ലോ, അവന് ആ വൃത്തികെട്ടവൻ ഹരി, എന്റെ കെട്ടിയോളുടെ ചേട്ടന്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ വെറും ഡാഷ് മോനാന്നൊക്കെ ഇങ്ങനെ പറയാണ് ബാലചന്ദ്രമേനൻ. അപ്പം ഗോവർദ്ധന ചോദിച്ചു, എന്താ ബാലേട്ടാ കാര്യം പറ. അവന് നിർബന്ധിച്ച് എന്റെ മകനെ അവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നിർബന്ധിച്ച് അവന് എന്റെ മോനോട് ആ പെണ്ണിനെ റേപ്പ് ചെയ്യാൻ പറയുമായിരുന്നു. പക്ഷെ എന്റെ മോൻ റേപ്പ് ചെയ്തിട്ടില്ല അവളെ. അത് അവള് തുറന്നു പറഞ്ഞു അലീനയോട്. എന്നിട്ട് പിന്നെ എന്തിനാ ഇത്ര വെച്ച് താമസിപ്പിക്കുന്നത്? നമുക്കെന്നാ പിന്നെ ബാക്കി നടപടിക്രമങ്ങളിലൂടെ പോകത്തില്ലേ? പിന്നെ ഈ വെച്ച് താമസിക്കേണ്ട ആവശ്യമുണ്ടോ? അത് മാത്രമല്ല, പിന്നെ എന്തിനാ അവള് രോഹിത്തിന്റെ പേര് ആദ്യം പറഞ്ഞത്? പിന്നെ എന്തിനവള് കേസ് കൊടുത്തപ്പോ രോഹിത്തിന്റെ പേരും കൂടെ കൂട്ടിച്ചേർത്ത് കൊടുത്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെല്ലാം ഹേമാന്മാരുടെ കളിയാ. അങ്ങ് മോളിന്ന് വരെ കളി നടന്നിട്ടുണ്ട്. ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് എന്റെ മോനെ കൊടുക്കായിരുന്നു അത്രേ. കേസ് ബലപ്പെടണമെങ്കിൽ ഒരു ആളിന്റെ എണ്ണം കൂടിയാലേ കേസ് ബലപ്പെടും അത്രേ. അതുകൊണ്ട് എന്റെ മോനെ കുറ്റക്കാരനാക്കി ആ പെണ്ണ് പറഞ്ഞപ്പോഴത്തേക്കും ആ പെണ്ണിനോട് പറഞ്ഞു, വേണ്ട, രോഹിത്തും കൂടെ കുറ്റക്കാരനാന്ന് പറയണമെന്ന്. അങ്ങനെ ആ സമയത്ത് എന്റെ മോന്റെ പേരും കൂടെ വന്നതാ. അവൻ നിരപരാധിയാണ്ട. തകർന്നു പോയിടാ ഗോവർദ്ധന. ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയി എന്ന് പറഞ്ഞപ്പം, ബാലേട്ടാ നമ്മളിനി വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് അവനെ വെളിയിൽ ഇറക്കണം. അല്ല, ശരണ്യ നമ്മുടെ കൂടെ നിൽക്കുമെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, അതാ കുറച്ച് പാട്. ശരണ്യ എന്ന് പറയുന്ന ആ പെങ്കൊച്ച് നമ്മുടെ കൂടെ നിൽക്കില്ലോ എന്ന് അറിയില്ലല്ലോ. അലീനയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ എടുത്തു ചാടി ഇപ്പൊ വക്കീലിനെ കാണാൻ പോകാം, ഒരു പത്ര റിപ്പോർട്ടിനെ കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ആ റിപ്പോർട്ടിനെ കൊണ്ടെല്ലാം എഴുതിപ്പിക്കാം, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാം എന്നൊക്കെ ഓർത്ത് എടുത്തു ചാടി ഇരുന്നതാണ്. പക്ഷെ അലീനയാണ് പറഞ്ഞത്, വേണ്ട, അതൊന്നും ചെയ്യരുത് എന്ന്. അലീന മാത്രമല്ല, മനു എന്നോട് സംസാരിച്ചു. അങ്ങനെ നമ്മൾ വല്ലതും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ എവിഡൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ പിന്നെ എന്താ ഏകമാർഗം എന്ന് പറയുന്നത് ശരണ്യ മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാല് അവിടെ തീർന്നു. അലീനയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? ഒന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നയപരമായിട്ട് മുന്നോട്ടേക്ക് പോകാന്ന് തന്നെ അലീന പറയുന്നത്. പതിയെ എന്തെങ്കിലും അവള് ഡയറക്റ്റ് ആയിട്ട് പോലീസിനോട് പറയണം നിരപരാധിയാണ് രോഹിത്, അല്ലെങ്കിൽ കോടതിയിൽ അവള് പറയണം നിരപരാധിയാണ് എന്ന്. വാദവും പ്രതിവാദവും ഒക്കെ നടക്കുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് ആ ചേംബറിന്റെ അവിടെ പോയി നിന്ന് അവള് പറയുന്ന വാക്കിന് അത്രയ്ക്ക് വാല്യൂ ഉണ്ട്. അപ്പൊ അവള് പറയണം രോഹിത് നിരപരാധിയാണെന്ന്. അങ്ങനെ അവളുടെ വായിൽ നിന്ന് തന്നെ കോടതി കേൾക്കണം, എങ്കിൽ മാത്രമേ രോഹിത് രക്ഷപ്പെടത്തുള്ളൂ എന്ന അലീന പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവള് പറയുന്നതിലും കാര്യമുണ്ടല്ലോ ബാലേട്ടാ. നമ്മളങ്ങനെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ അറിയാലോ, സമുദായക്കാര്, പാർട്ടിക്കാര്, നാട്ടുകാര്
ഇവരെല്ലാം കൂടെ അങ്ങോട്ട് ഇടയും. പിന്നെ അലീന ആ വീട്ടിൽ പോയത് തന്നെ ഈ പറയുന്ന ശരണ്യനെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാനാണ് എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ ചളവായി കുളവായി. അപ്പൊ അതുകൊണ്ട് അലീന പറയുന്നത് പോലെ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും എന്ന് ഗോവർദ്ധനും മനസ്സിലായിട്ടോ. അപ്പം ഗോവർദ്ധനും പറയുന്നുണ്ട് ഏതായാലും അത് തന്നെയാ നല്ലത്. ഇപ്പൊ ഇത് ഇരുചെവി അറിയണ്ട, കാര്യങ്ങൾ ആരും അറിയണ്ട, നമുക്ക് അലീനയെ കൊണ്ട് എങ്ങനെയെങ്കിലും ശരണ്യനെ ഒന്ന് ബലപ്പെടുത്തിക്കണം എന്ന് തന്നെയാണ് ഗോവർദ്ധനം പറഞ്ഞത്. പക്ഷെ അത് എങ്ങനെയാണ് ബാലേട്ടാ, അതെങ്ങനെ നമുക്ക് പറ്റും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതാണ് എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ. അലീന ഏതായാലും പറഞ്ഞിട്ടുണ്ട്, നിരപരാധിയായ രോഹിത് ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല, അവനെ എങ്ങനെയാണെങ്കിലും രക്ഷിക്കാമെന്ന് അവൾ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അവളുടെ ആ ഉറപ്പിലാ ഗോവർദ്ധന ഞാനിപ്പോ നിൽക്കുന്നത്. ഇത്രയും ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഒരു സമാധാനമല്ല എങ്കിൽ പോലും മകൻ തെറ്റ് ചെയ്തല്ലോ, എന്നിട്ടാണല്ലോ ശിക്ഷ അനുഭവിക്കുന്നത് എന്നൊരു ചെറിയൊരു ഇത് മനസ്സിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്റെ മനസ്സിന് ആ ഒരു വേദന കൂടുകയേ ചെയ്തിട്ടുള്ളൂ. നിരപരാധിയായ എന്റെ മകനല്ലേ ജയിലിൽ കിടക്കുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നാലുള്ള എന്റെ ഒരു അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കൂ ഗോവർദ്ധന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രന്റെ കണ്ണ് അറിയാതെ നിറഞ്ഞൊഴുകുന്നില്ലെങ്കിൽ പോലും കണ്ണുകളിൽ ഈറനണിയുന്ന ഒരു ചെറിയൊരു രംഗമാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ കമലയുടെയും ശിവശങ്കരമേനോന്റെ അടുത്തേക്ക് പോകും. കമലയ്ക്കാണെങ്കിൽ ഇരിക്കപ്പുറതി സമാധാനവും ഇല്ല. കമലയ്ക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും ഹരീനെയും കൂടെ പുറത്തിറക്കണം. അങ്ങനെ ശിവേട്ട ദേ രാജീവൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കരുത് ശിവേട്ട. രാജീവന് അവന് എന്തും തോന്നുന്നതും ഒക്കെ വിളിച്ചു പറയാം. അവന്റെ കൊച്ചല്ലല്ലോ ജയിലിൽ കിടക്കുന്നത്. ഒന്ന് വിചാരിച്ചോ, നമ്മുടെ മോനാ ജയിലിൽ കിടക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കി, ആ രോഹിത് വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ മോന് വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ ജയിലിൽ പോയി കിടന്ന് എത്രമാത്രം നാണക്കേടല്ല, അവന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കും. രോഹിത് നിഷ്പ്രയാസം ഇറങ്ങി നടക്കുമ്പം നമ്മളെ കൊണ്ട് അച്ഛനമ്മമാരായിട്ട് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് അവൻ ഓർക്കില്ലേ? അപ്പൊ കമല പറഞ്ഞു, കമല വീണ്ടും പറയാണ്, അത് പിന്നെ ആ വക്കീലിനെ ഒന്ന് എങ്ങനെയെങ്കിലും പോയി ശിവേട്ട, വക്കീലിനെ, ആ പെങ്കൊച്ചിന്റെ വക്കീലിനെ പോയി കണ്ടിട്ട് നമുക്ക് കുറച്ച് പൈസ, നമ്മുടെ ഉള്ളതെല്ലാം വിറ്റ് തോലച്ചാലും കുഴപ്പമില്ല, കുറച്ച് പൈസ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കമല? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? കോടതി ആ വക്കീല് വെറും വക്കീലല്ല, സർക്കാർ വെച്ചിരിക്കുന്ന വക്കീലാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പൈസ കൊടുക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് പറ്റത്തില്ല. നിനക്ക് അതിന്റെ സീരിയസ് അറിയത്തില്ലാഞ്ഞിട്ടാണ് നീ ഈ കിടന്ന് സംസാരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെന്നിട്ട് ഇപ്പൊ നമ്മൾ പൈസ കൊടുത്തു എന്ന് ആ വക്കീല് വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകും, പിന്നെ കുടുംബം അടക്കം പോയി ജയിലിൽ കിടക്കേണ്ടി വരും. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കമല എന്ന് പറയുമ്പോ എനിക്ക് വേറെ ഒന്നും അറിയണ്ട. രോഹിത് ഇറങ്ങുകയാണെങ്കിൽ എന്റെ മോനും ഇറങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. രോഹിത്തിനെ ഇറക്കാൻ അവർക്കൊക്കെ കഴിയുമെങ്കിൽ എന്റെ മകനെ ഇറക്കാൻ എന്താ ഇത്ര പ്രയാസം? ഓ, അവനാരാ? അവന് ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ അവനെന്താ ഇതെല്ലാം പോയി നോക്കി നിന്നു? ഇതൊന്നും പറഞ്ഞാൽ ഇവിടെ ശരിയാവത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാ കമല അങ്ങോട്ട് കിടന്ന് വാശി പിടിക്കാണ്. ശിവൻ ഇതിന്റെ എല്ലാത്തിന്റെ നടുക്ക് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ശിവൻ നേരെ ഫോൺ വിളിക്കാണ് കേട്ടോ ബാലചന്ദ്ര മേനോനെ. അങ്ങനെ ബാലൻ ഫോൺ എടുത്തപ്പോ തന്നെ ബാലന് പിടികിട്ടി ഏകദേശം എന്തെങ്കിലുമൊക്കെ തട്ടൂടായ്പ പരിപാടി നടത്താൻ പറയാനായിരിക്കും ശിവൻ വിളിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട്, ആ എന്താ ശിവേട്ടാ എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ എടാ നമ്മുടെ രോഹിത് നിരപരാധിയാണെന്നാണല്ലോടാ ബാല അറിഞ്ഞത്, ശരിയാണോ എന്ന് ചോദിച്ചപ്പം, ആ രോഹിത് നിരപരാധിയാണെന്നൊക്കെ പറയുന്നുണ്ട്, ശരിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അല്ല നീ എന്താണ് ഇപ്പൊ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത്? അതെ, രോഹിത് നിരപരാധിയൊക്കെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലേ എടാ നിനക്ക് അലീനയോടൊന്ന് പറഞ്ഞ് ആ ശരണ്യനെ കൊണ്ട് എന്റെ മോന്റെ പേരും കൂടെ ഒന്ന് മാറ്റിക്കത്തില്ലേ? നമ്മുടെ കുടുംബം നാറുന്ന കേസല്ലേ. ആ രോഹിത് ഇറങ്ങുകയാണെങ്കിൽ ഹരിയുടെയും കൂടെ പേരൊന്നും വെട്ടത്തില്ലേ? ഹരിനെയും കൂടി ഇതിൽ നിന്ന് മാറ്റി നിർത്തത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങ് തുടങ്ങി കേട്ടോ. നീ എന്താ വിചാരിച്ചത്? നീ എന്നല്ല ശിവേട്ടൻ എന്താ വിചാരിച്ചത്? എന്റെ മോനെ ഞാൻ അലീനയുടെ കൈയും കാലും പിടിച്ചിട്ട് നിരപരാധിയാക്കിയതാണെന്നോ? ഒരിക്കലും എന്റെ മോനെ ആരും നിരപരാധിയാക്കിയതൊന്നും അല്ല. എന്റെ മോൻ നിരപരാധി ആയിട്ട് തന്നെയാണ് അവൻ നിരപരാധിയാണ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും എനിക്ക് അലീനയുടെ കാലോ അല്ലെങ്കിൽ പിന്നെ ആ പെങ്കൊച്ചിന്റെ കാലോ കോളനിക്കാരുടെ കാലോ ഒന്നും പോയി പിടിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഈ ഹരി എന്ന് പറയുന്നവൻ അവൻ നിന്റെ മോനൊക്കെ ആയിരിക്കും, പക്ഷെ അവനുണ്ടല്ലോ, അവൻ എന്ത് വൃത്തികൾ അവൻ ചെറ്റത്തരോ കാണിച്ചതെന്ന് നിനക്കറിയാമോ? എടാ കമലയോട് പറയണം, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കുന്നത്. നിന്റെ വീട്ടിലില്ലേടാ രണ്ട് പെണ്ണുങ്ങള്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ രണ്ടെണ്ണം. ഇതുങ്ങളെയൊക്കെ അവന്റെ കൂടെ എന്ത് വിശ്വസിച്ചിട്ടാടാ ഞാൻ നിർത്തിയതെന്നാ ഞാനിപ്പോ ഓർക്കുന്നത്. അവൻ ആരാ സാധനം എന്ന് എനിക്കറിയാം. നീ അതുകൊണ്ട് നീ അവനെ രക്ഷിക്കാനൊന്നും നോക്കണ്ട. നിന്റെ മോനൊക്കെ ആയിരിക്കാം. എടാ അവനൊന്നും അല്ലാട്ടോ സോറി വിളിക്കുന്നത്, ശിവേട്ടൻ തന്നെയാണ് ബാലൻ വിളിക്കുന്നത്. ബാലന് ബഹുമാനക്കുറവൊന്നുമില്ല, ശിവേട്ടൻ തന്നെയാണ് വിളിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ ശിവേട്ടൻ മകനെ രക്ഷിക്കാൻ നോക്കണ്ട, അവൻ കുറ്റക്കാരൻ തന്നെയാണ്. ലാസ്റ്റ് എല്ലാം കൂടെ ചീഞ്ഞ് നാറി കഴിയുമ്പോഴത്തേക്കും കുടുംബം അടക്കം അങ്ങ് പോയി കിടക്കേണ്ട വരും എന്നൊക്കെ പറയാണ്. ഏതായാലും നമ്മുടെ ബാലചന്ദ്രനെ ഒന്ന് മയക്കാൻ
മയക്കാനല്ല, ബാലചന്ദ്രനെ ഒന്ന് സോപ്പിട്ട് എടുത്ത് ചിലപ്പോ ഇനിയിപ്പം നമ്മുടെ അലീനെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാന്ന് ഒന്നുകൂടെ ഓർത്ത് കാണുമായിരിക്കും. അതാണ് ശിവ അങ്ങോട്ട് വിളിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് ബാലൻ ഇത് പറഞ്ഞതോടുകൂടി തന്നെ നമ്മുടെ ശിവൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു അവസ്ഥയിൽ ശിവൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനു വന്ന് ശിവനോട് സംസാരിക്കുന്നുണ്ട്. മനു എന്ന് പറയുന്നുണ്ട്, അച്ഛ എന്തിനാ അച്ഛ വെറുതെ നാറ്റക്കേസിന്റെ പുറകെ പോകുന്നത്? ഒന്ന് ഓർത്തു നോക്കിയേ, ഈ കുടുംബത്തിലുള്ള പെമ്മക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ സഹിക്കുവോ? ഇല്ലല്ലോ. പിന്നെ രോഹിത് നിരപരാധിയാണെന്ന് വെറുതെ ഒന്നും അല്ല പറഞ്ഞത്. അലീന ആ പെങ്കൊച്ചിനോട് ചോദിച്ചോ കിള്ളി പറയിപ്പിച്ചതോ ഒന്നും അല്ല. അവൻ നിരപരാധിയാണ്. അതുകൊണ്ടാണ് ശരണ്യ നിരപരാധിയാണെന്ന് പറഞ്ഞത്. അല്ലാതെ ശരണ്യനെ കൊണ്ട് ഇനിയിപ്പം ഹരീനെ നിരപരാധിയാണെന്ന് പറയിപ്പിക്കാനൊക്കെ നോക്കുന്ന അതൊന്നും നടക്കുന്ന കാര്യമല്ല. അച്ഛൻ അറിയാലോ. എന്തിനാ ഞാൻ ഇനി കൂടുതൽ പറയുന്നത്? കുടുംബം അടക്കം നാറുന്ന കേസാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വക്കീലുമായിട്ട് മുന്നോട്ടേക്ക് പോയി അങ്ങനെ വല്ല ജാമ്യം കിട്ടുവാണെങ്കിൽ എടുക്കുക. അല്ലാതെ വെറുതെ ആ ശരണ്യയുടെ വീട്ടിൽ കയറി ഇറങ്ങി ആ വക്കീലിനോ മറ്റോ കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വീണ്ടും നാറ്റക്കേസ് ആവുകയുള്ളൂ. അതുകൊണ്ട് അമ്മ പറയുന്നത് കേട്ട് തുള്ളാൻ നിന്ന് അച്ഛന് തന്നെ ആയിരിക്കും പ്രശ്നം. പിന്നെ എല്ലാവരും പറയുന്നുണ്ടല്ലോ സഹോദര സ്നേഹം എനിക്കില്ലെന്ന്. എങ്ങനെയാ ഞാൻ അവനെ സ്നേഹിക്കുന്നത്? അവനെ സ്നേഹിക്കാൻ പറ്റും? അവനോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ, അവന് എത്ര അടി ഞാൻ കൊടുത്തതാ. അന്നാ അലീനയുടെ കേസ് തന്നെ പിടിച്ചപ്പം അവനിട്ട് ഞാൻ അതുപോലെ ഞാൻ ചത കൊടുത്തതാ. എന്നിട്ടും അവൻ നന്നാവില്ലെങ്കിൽ അവൻ നന്നാകത്തില്ല. അവൻ ഇനിയും ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറം കുടുംബത്തിന് നാണക്കേട് അവൻ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതായിരിക്കും അച്ഛന് നല്ലത് എന്ന് നമ്മുടെ മനു ഉപദേശിക്കുന്നുണ്ട് ശിവനെ എല്ലാം കേൾക്കണം. ശിവന് നമ്മുടെ മനു പറയുന്നത് കേൾക്കണം, കമല പറയുന്നത് കേൾക്കണം, ബാലചന്ദ്രൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ എല്ലാം കേൾക്കേണ്ട ഒരു അവസ്ഥയാണ്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ ശരണ്യയുടെ വക്കീലുണ്ടല്ലോ, സർക്കാർ വെച്ചിരിക്കുന്ന കേട്ടോ ശരണ്യയുടെ വക്കീലിനെ. അപ്പൊ ശരണ്യയുടെ വക്കീല് വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ ശരണ്യയുടെ വക്കീലിനോട് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ശരണ്യയുടെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു സീൻ ഞാൻ ഇന്നലത്തെ പ്രഭവവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇന്ന് കിട്ടിയിട്ടില്ല, നാളെ ആട്ടോ വരുന്നത്. അപ്പൊ അങ്ങനെ ശരണ്യയുടെ വക്കീല് വന്നു. ശരണ്യയുടെ വക്കീല് വന്ന ഉടനെ തന്നെ ശരണ്യയുടെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ ശരണ്യ പറയുന്നുണ്ട്, മേഡം ഞാൻ എന്തിനാണ് വെറുതെ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളുടെ പേരും കൂടി ഇതിൽ എഴുതി ചേർക്കുന്നത്? അങ്ങനെ എഴുതി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ, എനിക്കൊരു സമാധാനം ഉണ്ടാവുമോ? നിരപരാധിയായ ഒരു മനുഷ്യനെ ഇത്ര നാള് ജയിലിൽ കയറ്റുക, നിരപരാധിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ കുറ്റം ചെയ്യാതെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വക്കീല് പറയുന്നുണ്ട്, ശരണ്യെ നീ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നീയും നിന്റെ കുടുംബവും ആയിരിക്കും നിങ്ങൾക്ക് മൈനസ് വീഴാൻ പോകുന്നത്. ദേ ഇപ്പം പ്രതിയായിട്ട് 3 പേര് നിൽപ്പുണ്ടല്ലോ, ആ 3 പേരും രക്ഷപ്പെടും. നീ ഇങ്ങനെ മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു വലിയ പോസിറ്റീവ് ആകും. അത് നീ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നീ മൊഴി മാറ്റി പറയാൻ നിൽക്കരുത്. മൊഴി മാറ്റി പറഞ്ഞാല് നീ അവസരവാദിയാണെന്ന് അവര് പറയും. മാത്രമല്ല അലീന ഇവിടെ 3-4 തവണ കയറി വന്ന് ഇറങ്ങി പോയവളാ. അവള് നിന്നെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചതാന്ന് പറയും. എല്ലാം ആകപ്പാടെ തൊലയും. നിന്നെ റേപ്പ് ചെയ്ത 3 പേരും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ശരണ്യക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക, മാറ്റിയൊന്നും പറയാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. തല പോയി എന്ന് പറഞ്ഞാൽ കൂടി മാറ്റി പറയരുത്. ആദ്യം പറഞ്ഞ മൊഴി അത് എവിടെയും അത് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കണം. അത് എവിടെയും നമ്മൾ പറയണം. പിന്നെ അലീന എന്ന് പറയുന്ന പെങ്കൊച്ചിനെ ഇവിടെ കയറ്റാതിരിക്കുക എന്ന് തന്നെയാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ അവിടുത്തെ വക്കീലും പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. നമ്മൾ നാളെ രാവിലെ ഒരു 7:30-8 മണിക്ക് ഉള്ളില് ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഫുൾ വിശേഷം ഇടുന്നുണ്ട്. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷവും നയനയുടെയും ആദർശിന്റെയും വിശേഷവും നമ്മുടെ മെയിൻ ചാനലായ ജിൽജിൽ ചിന്നുവിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അത് ഇന്ന് രാവിലെ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ രേവതിയുടെ നാളത്തെ കഥയും ഇന്ന് നമ്മൾ വൈകിട്ട് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. രേവതിയുടെ നാളത്തെ വിശേഷം, അതായത് രേവതിയുടെ സച്ചിയുടെ നാളത്തെ കഥ നമ്മൾ ജിൽജിൽ ചിന്നുവിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.